കഴിഞ്ഞ LDF സർക്കാർ വിഭാവനം ചെയ്ത പൊന്നാനിയിലെ കപ്പൽ നിർമ്മാണശാലയ്ക്കെതിരെ നിലപാടെടുത്ത KP നൌഷാദ് അലി MLA-ക്കെതിരെ വിമർശനം ഘടിപ്പിച്ച CPM. നേരത്തെ CPM ജില്ലാ കമ്മിറ്റി ഉയർത്തിയ വിമർശനങ്ങൾക്കു പിന്നാലെ ഏരിയ കമ്മിറ്റിയും ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. പദ്ധതിക്കെതിരെ രംഗത്തെത്തിയ നൌഷാദ് അലി MLA-യോട് 7 ചോദ്യങ്ങളാണ് CPM ഉന്നയിക്കുന്നത്. സർക്കാരുമായി നിർമ്മാണ കരാർ ഒപ്പുവെച്ച കമ്പനി പദ്ധതി അട്ടിമറിച്ചാൽ വെറുതെ ഇരിക്കുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. MLA നടത്തുന്ന പ്രസ്താവനകൾ കൊണ്ട് മാറ്റാവുന്നതാണോ നിർമ്മാണ കരാർ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. കരാർ ലംഘനം നടത്തിയാൽ സർക്കാർ നൽകേണ്ടി വരുന്ന നഷ്ടപരിഹാരം MLA നൽകുമോ? നാടിന് ഗുണകരമാകേണ്ട പദ്ധതി ആർക്കു വേണ്ടിയാണ് MLA അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? മുഖ്യമന്ത്രിയോടൊപ്പം നടത്തിയ ഹെലികോപ്റ്റർ യാത്ര എന്ത് ഡീൽ ഉറപ്പിക്കാനായിരുന്നു? പദ്ധതിക്കെതിരായ MLA-യുടെ നീക്കത്തെക്കുറിച്ച് UDF-ന്റെ അഭിപ്രായം എന്താണ്? ഇക്കാര്യത്തിൽ ജില്ലയിലെ മന്ത്രിമാരുടെ നിലപാടെന്താണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് CPM ഉയർത്തുന്നത്. 30 വർഷക്കാലത്തേക്ക് PPP മോഡൽ ഷിപ്പ്യാർഡ് നിർമ്മാണം നടത്തി അതിൽ നിന്ന് വാടക ഇനത്തിൽ പ്രതിവർഷം 1.5 കോടി രൂപ സർക്കാരിന് ലഭ്യമാകുന്ന തരത്തിലാണ് കരാർ. LDF സർക്കാർ നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ച് മാരിടൈം ബോർഡും കമ്പനിയും തമ്മിൽ ഒപ്പിട്ട കരാറും അതിനുശേഷം സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവും മുന്നിലിരിക്കെയാണ് ഇതൊരു സ്വകാര്യ സംരംഭം ആണെന്നും സർക്കാർ അറിയില്ലെന്നുമുള്ള വിചിത്രവാദം MLA ഉന്നയിക്കുന്നത്. MLA പൊന്നാനിയുടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും CPM നേതാക്കൾ കുറ്റപ്പെടുത്തി. MLA-യുടെ നടപടികൾ ദുരൂഹമാണ്. UDF സർക്കാരിന്റെ ധവളപത്രത്തിലും ബജറ്റിലും പറഞ്ഞ പദ്ധതിയാണിത്. പദ്ധതിക്ക് എതിർപ്പുള്ളവരുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. പദ്ധതി പൊന്നാനിക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പുകമറ സൃഷ്ടിക്കുന്ന തരത്തിലാണ് MLA ഇടപെടുന്നത്. സ്വകാര്യ വ്യക്തികൾക്ക് പദ്ധതി തീരെഴുതി നൽകാനാണ് ശ്രമിക്കുന്നത്. അത്തരം ആളുകളെ MLA കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കരുതേണ്ടതെന്നും CPM കുറ്റപ്പെടുത്തി. പൊന്നാനിയിലെ കപ്പൽ നിർമ്മാണശാലയുടെ കാര്യത്തിൽ തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. UDF-ഉം കോൺഗ്രസും ഇക്കാര്യത്തിൽ നിലപാട് പറയണം. പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നും CPM നേതാക്കൾ പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ ഈ പദ്ധതി പറയുന്നുണ്ട്, ബജറ്റിൽ ഈ പദ്ധതി പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് കൃത്യമായിട്ട് പദ്ധതി പിന്നെ കൊണ്ടുവരുന്നില്ല. നയപ്രഖ്യാപനത്തിലും ബജറ്റിലും ധവളപത്രത്തിലും പറയുന്ന ഒരു പദ്ധതിയാണ്. ഇതെല്ലാം കൂടി ചേർന്നതിനാണ് വിശ്വസമുദ്ര എന്ന് അവർ വിഭാവനം ചെയ്യുന്നത്. അല്ല, അതല്ല മറ്റൊരു വിശ്വസമുദ്ര ഉണ്ടോ? ഉണ്ടെങ്കിൽ MLA പറയണം. MLA ഈ നാട്ടിൽ വരുമ്പോൾ പത്രക്കാരോടും മാധ്യമങ്ങളോടും പറയുക എന്നല്ലാതെ അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA ഇതിന് എതിരായ നിലപാടാണെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു അത് അദ്ദേഹം ഇതുവരെ വ്യക്തമാക്കുന്നില്ല. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ, മാരിടൈം ബോർഡേ ഇല്ല, ഇത് വെറുതെ പറയുന്നതാണ്, തട്ടിക്കൂട്ട് കമ്പനിയാണ്. പിന്നെ അതിനൊക്കെ അദ്ദേഹം പുറകോട്ട് പോയി. ഇപ്പം എന്ന് പറഞ്ഞാൽ കപ്പലില്ല, വെസലാണെന്ന് പറഞ്ഞു. വെസൽ എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ അറിയും എന്താണ് വെസൽ. വളരെ വ്യക്തമായി തന്നെ ഈ കൺസെഷൻ അഗ്രിമെന്റിൽ പറയുന്നുണ്ട്. ആദ്യത്തെ 2 വർഷം എങ്ങനെയാണ് നടത്തുന്നത്, പിന്നീട് എങ്ങനെയാണ് നടത്തുന്നത്. ഗവൺമെന്റിന് 1.5 കോടി രൂപ എല്ലാ വർഷവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു റവന്യൂവിൻ്റെ ഒരു ഷെയർ കൊടുക്കണം. ഏതാണോ അതുകൂടെ 23 ലക്ഷം രൂപ ലൈസൻസ് ഇനത്തിൽ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് കാലം വെറുതെ കിടന്നൊരു ഭൂമിയിൽ അങ്ങനെ ഒരു വേറെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, വേറെ ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് കൊടുക്കാതെ കയ്യിലുള്ള ഭൂമി മാത്രം കൊടുത്തിട്ടാണ് സ്വീകരിക്കുന്നത്. അതിലുപരി ഇതിനകത്ത് തന്നെ ഈ അഗ്രിമെന്റിൽ പറയുന്നത് GST, മൊത്തം ടാക്സ് ഇനങ്ങൾ, അതുപോലെ തന്നെ ഈ ലോക്കൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ഇനത്തിൽ ഒരു പാട്ടത്തുക തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാത്തിനുപരി എംപ്ലോയ്മെന്റ്, ഇപ്പോൾ ടീം പറഞ്ഞതുപോലെ എംപ്ലോയ്മെന്റ് പ്രൊഡക്ഷൻ ആണ് ഏറ്റവും പ്രധാനം. അത് ഇതിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുന്നതിനകത്ത് ഈ പറയുന്ന ഉത്തരവാദിത്വത്തോടു കൂടിയാണ് MLA സംസാരിക്കുന്നതെങ്കിൽ അതിലെ പ്രശ്നം എന്താണ്? എനിക്കറിയാവുന്ന ആളുകൾ ഉണ്ടാക്കാം, 4 ആൾ കൂടി ഉണ്ടാക്കാമെന്നല്ലല്ലോ അതിന് പറയേണ്ടത്. അത് ഈ കമ്പനിക്കുള്ള കുഴപ്പം എന്താണ്? അങ്ങനെ എഴുതി കൊടുക്കട്ടെ, കരാർ റദ്ദ് ചെയ്യട്ടെ. ഇതിന്റെ ലാഭം അത് വളരെ കുറവാണ്. ഇതിന്റെ 10 ഇരട്ടി തരാൻ ആളുകളുണ്ട് എന്നാണ് MLA-യുടെ വാദം. 2 പ്രാവശ്യമാണ് ഈ ടെൻഡർ നടപടികൾ നടന്നത്. അവസാനം ഈ ടെൻഡറായി ആണ് ഈ പദ്ധതി അവതരിപ്പിക്കപ്പെടുന്നത്. ഈ സമയത്ത് 1.5 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് ഇതിന്റെ ലാഭവിഹിതമായി കിട്ടണം. അത് കച്ചവടത്തിലെ ലാഭം മാത്രം കണക്കാക്കിയിട്ടില്ല, റവന്യൂ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണമെന്നാവുന്നത്. ലാഭം മാത്രം അടിസ്ഥാനമാക്കിയിട്ടില്ല. അങ്ങനെ കൃത്യമായി ഒരു അഗ്രിമെന്റിനകത്ത് എല്ലാ നോംസും പാലിച്ചു പോകുന്ന ഒരു സംവിധാനത്തിനാണല്ലോ ഗവൺമെന്റ് ഇത് അനുവദിക്കുക, മാരിടൈം ബോർഡ് അനുവദിക്കുക. അനുവദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് അതിന് അനുമതി കൊടുക്കുകയല്ലേ ചെയ്യുക.
അങ്ങനെ കൊടുത്തൊരു പദ്ധതി ഇതിനകത്ത് കൃത്യമായി ഇതെല്ലാ വിവരണങ്ങളും കൊടുത്തതിന് ശേഷം അതിനെല്ലാം മറികടന്ന് ഈ 3-4 പത്രത്തിനകത്ത് ഇത് പരസ്യം ചെയ്തിട്ടുണ്ട്. ആ പരസ്യം ചെയ്തു കഴിഞ്ഞാൽ ഏത് കമ്പനിക്ക് വേണമെങ്കിലും പോയി എടുക്കാമല്ലോ. ആർക്കെങ്കിലും അതിന് പിന്നെ ദുരൂഹത ഉണ്ടായിരുന്നു, തടസ്സപ്പെടുത്തിയിരുന്നു. 2 ടൈമിൽ വിളിക്കാൻ കാരണം എന്താ? ആദ്യ സമയത്ത് എണ്ണം കുറവാണ് എന്നുള്ളത് കൊണ്ട് രണ്ടാമത് വീണ്ടും ടെൻഡർ വെക്കുകയാണ്. റീടെൻഡർ വെച്ചതിന് ശേഷം ഈ ടെൻഡറായി അഗ്രിമെന്റ് വരികയാണ് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഡോക്യുമെന്റ് മാരിടൈം ബോർഡിന്റെ കയ്യിലും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കയ്യിലുമുണ്ട്. നമ്മൾ കമ്പനിക്ക് വേണ്ടിയല്ല വാദിക്കുന്നത്. കമ്പനി വരും പോവും, പല കമ്പനികളുണ്ടാവും. നമ്മൾ ഈ പൊന്നാനിയിലെ ജനത്തിന് പിന്നെ ഉപകാരപ്രദമായ രീതിയിലേക്ക് അല്ലെങ്കിൽ മലബാറിന് ഉപകാരപ്രദമായ രീതിയിലേക്ക് വരുന്ന ഒരു പദ്ധതിയെ ഇല്ലാന്യായങ്ങൾ പറഞ്ഞ് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണ്. കമ്പനി ആരോ ഏതോ എന്തോ ആയിക്കോട്ടെ, കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന പണി CPIM-നില്ല. അതുകൊണ്ട് ആ ധാരണ പരത്താൻ വേണ്ടി ശ്രമിക്കുകയും വേണം. അപ്പോൾ വികസനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്നും ഗുണകരമായ സമീപനം സ്വീകരിക്കുന്ന ഒരു വിഭാഗമാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് പാർട്ടി. അപ്പോൾ ഈ ഒരു പദ്ധതി നേരത്തെ വിഭാവനം ചെയ്തു, ഗവൺമെന്റ് കുറേ സ്റ്റെപ്പുകളെടുത്ത് 2-3 വർഷക്കാലം പഠനം നടത്തി ഒരു അഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു MLA-യുടെ വാക്കിൽ മുടങ്ങിപ്പോകുന്നതല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമം. അങ്ങനെ മുടങ്ങിപ്പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് വീണ്ടും ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്ന ഈ പ്രസ്താവനകൾ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ നിങ്ങൾ ഗവൺമെന്റിൽ എന്ത് നടപടി ഇതിനു കൂടി സ്വീകരിച്ചു? ഇത് ഒരു ടെൻഡർ വ്യവസ്ഥയിൽ ഒരാൾ പങ്കെടുത്ത് അഗ്രിമെന്റ് വെച്ചാൽ പിറ്റേ ദിവസം പുറത്തേക്കാ പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ നിയമവ്യവസ്ഥയ്ക്ക് വലിയ അർത്ഥം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു കമ്പനി വരികയാണ്. ആ കമ്പനിക്ക് ഒരു ഭാഗത്ത് ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മറ്റൊന്ന് നടപ്പാക്കപ്പെട്ടു പോയാൽ ഈ നഷ്ടം പറയുന്നുണ്ടെങ്കിൽ 1 ഏക്കർ ഭൂമിക്ക് ഒരു മാസം 6641 രൂപ നഷ്ടം കൊടുക്കണമെന്നാണ് ഈ അഗ്രിമെന്റിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 60,000 രൂപ ഈ മൊത്തം പദ്ധതി നടപ്പാക്കിയാൽ അത്ര നഷ്ടം വരും. 2 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന ഗാഡ്ജറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 2 കൊല്ലം കൊണ്ട് പൂർത്തീകരിച്ചാൽ അതിന്റെ നഷ്ടം അവരും കൊടുക്കണം. ഈ രൂപത്തിൽ വളരെ സ്ട്രിക്ട് പ്രൂഫായിട്ടുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടാകുമ്പോൾ ഒരു പ്രസ്താവന കൊണ്ട് മാത്രം തീർക്കാവുന്നതല്ല. അതുകൊണ്ടാണ് തുടക്കത്തിലുള്ള പ്രസ്താവനയല്ല അവസാനം വരുമ്പോൾ ഇന്നലെ വർത്തമാനം അറിയിക്കുന്നു, ഷിപ്പല്ല വെസലാണെന്ന് പറയുന്നു. ഇദ്ദേഹത്തെ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണ്ടേ? ഇതിനെതിരായിട്ട് നിൽക്കുകയാണോ? എന്ത് നടപടി സ്വീകരിച്ചു? ഞങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാനേ പറ്റും. അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റുന്ന ആളാണ്, നമ്മുടെ ജനപ്രതിനിധിയാണ്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞ് വണ്ടി കയറി പോവാണ്. അതിന് പകരം അങ്ങനെയാണെങ്കിൽ എന്ത് നടപടി അദ്ദേഹം സ്വീകരിച്ചു? ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തി. ഇനി ഇതിന്റെ ഭാവി എന്താണ്? അദ്ദേഹം വിഭാവനം ചെയ്തതുപോലെ നാട്ടിൽ 4 മുതലാളിമാരെ വിളിച്ച് നടത്താൻ പറ്റാവുന്ന ലളിതമായ പദ്ധതിയാണെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? മാരിടൈം ബോർഡാണ് സ്വാഭാവികമായിട്ടും ആ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ഇപ്പോൾ ഉള്ളത്. ആ ഉടമസ്ഥാവകാശം നിൽക്കുമ്പോൾ തന്നെ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടിയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ് ആർക്കോ സ്വകാര്യ കമ്പനിക്കും കച്ചവടക്കാർക്ക് ഇത് ബോധ്യം ഉണ്ടാവുന്നു. കച്ചവടക്കാർക്ക് ഇങ്ങനെ പറയാൻ പറ്റും. കച്ചവടം നടത്തുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങളെ കച്ചവടത്തിന്റെ കണ്ണിലൂടെ കാണാൻ പറ്റും. CPIM-നെ സംബന്ധിച്ച് ഇത്തരം കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളല്ല. കമ്പനിയുടെ വഴി, സർക്കാരിന്റെ വഴി, ജനങ്ങളുടെ വഴി. ജനങ്ങളുടെ വഴിയാണ് ഇപ്പോൾ CPIM സ്വീകരിച്ചു. 52 അപ്പൻഡിക്സുമുള്ള ബൃഹത്തായ ഒരു കരാർ ഒപ്പുവെച്ച ഒരു ഗവൺമെന്റാണ്. അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഭരണപക്ഷ MLA ആണ് ഇതിന് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കരാർ ഒന്ന് പഠിച്ചു നോക്കുക. MLA എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്ര സ്ഥലം വേണ്ട, ഇത്ര സ്ഥലം വേണമെന്ന് തീരുമാനിച്ചത് ഈ കരാറിൽ പങ്കാളിയ ഗവൺമെന്റാണ്. ഇനി കമ്പനി വേണ്ട, ഈ കമ്പനി വേണമെന്ന് തീരുമാനിച്ചത് ഗവൺമെന്റാണ്. പിന്നെ എന്താണ് MLA പറയുന്നതിന്റെ മലയാളം? വഴിയിൽ പറയുന്ന സംഗതികൾക്ക് വല്ല ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കരാർ അദ്ദേഹം പറയട്ടെ. കരാർ എന്താക്കാൻ പറ്റുമെന്നൊരു ലീഗൽ വെറ്റി അല്ല, അത് വരട്ടെ, വരുമ്പോഴല്ലേ പറയേണ്ടതുള്ളൂ. കാരണം നോർമലി നാട്ടിലൊരു കരാർ ഉണ്ടാക്കിയാൽ അത് പാലിക്കപ്പെടണം. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് PK കലീമുദ്ദീൻ, TM സിദ്ദീഖ്, ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞി, E സിന്ധു എന്നിവർ പങ്കെടുത്തു.